കണ്ണൂർ CPIM ജില്ലാ സെക്രട്ടേറിയറ്റിൽ പിണറായി വിജയനും MV ഗോവിന്ദനും രൂക്ഷ വിമർശനം. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായത് നേതാക്കളുടെ ശൈലി. TK ഗോവിന്ദൻ പാർട്ടി വിടുന്നത് തടയാൻ നേതാക്കൾ ശ്രമിച്ചില്ലെന്ന ആരോപണം. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും അമിത ആത്മവിശ്വാസം തോൽവിക്ക് കാരണമായി. V കുഞ്ഞികൃഷ്ണനെ ചെറുതായി കണ്ടെന്നും അംഗങ്ങൾ. ചിലർക്ക് മാത്രം സൗകര്യങ്ങളും സ്ഥാനങ്ങളും ലഭിച്ചുവെന്നും ഒന്നും കിട്ടാത്തവർ അസ്വസ്ഥരായെന്നും വിമർശനങ്ങൾ. നിഖിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഖിൽ, ഗുഡ് മോർണിംഗ്. ഇപ്പം സെക്രട്ടേറിയറ്റിൽ ഉണ്ടായ വിമർശനങ്ങൾ ജില്ലാ നേതൃയോഗങ്ങളിലും ഉണ്ടാകുന്നു. സേതു, തീർച്ചയായും കണ്ണൂരിലെ CPIM-ന്റെ ജില്ലാ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം പതിവില്ലാത്ത വിധം രൂക്ഷമായ വിമർശനമാണ് ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നേതൃത്വത്തിനെതിരെ തന്നെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള വിമർശനം വന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനങ്ങൾ നേരിടുന്നത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും തന്നെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം വന്നിരിക്കുന്നത് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു കാരണം ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിനില്ല. പകരം ഈ നേതാക്കളുടെ ശൈലിയാണ് കാരണം, നേതാക്കളുടെയും പാർട്ടിയുടെയും ശൈലിയാണ് കാരണം തിരിച്ചടിക്ക് കാരണമായി മാറിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനമായി വന്നത്. ഈ പാർട്ടി സെക്രട്ടറിയുടെയും മുഖ്യമന്ത്രിയുടെയും ശൈലി ജനങ്ങൾക്ക് ദഹിച്ചില്ല, ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എന്ന വിമർശനം ഉയർന്നിട്ടുണ്ടായിരുന്നു. മറ്റൊന്ന്, ഈ പിണറായിയുടെ വീട്ടിൽ പോയി പറയൂ പരാമർശത്തിനെതിരെയും വിമർശനമുണ്ടായി. അങ്ങനെ വീട്ടിൽ പോയി പറയൂ എന്ന ഒരു കാര്യം പറഞ്ഞത് പാർട്ടിയും പാർട്ടിയുടെ നേതാക്കളും മാറാൻ തയ്യാറല്ല എന്ന ഒരു സൂചനയാണ് പൊതുസമൂഹത്തിന് നൽകിയത്. അത് അന്ന് ആ സദസ്സിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം ഉയർന്നപ്പോൾ അത് കേട്ടില്ലെന്ന് വെച്ചാൽ മതിയായിരുന്നു എന്ന തരത്തിലുള്ള ഒരു കാര്യം കൂടി ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അംഗങ്ങളിൽ ചിലർ പറയുന്ന സാഹചര്യമുണ്ടായി. മറ്റൊന്ന്, പയ്യന്നൂരിലും തളിപ്പറമ്പിലും അമിതമായ ആത്മവിശ്വാസം പാർട്ടി പ്രകടിപ്പിച്ചു. പയ്യന്നൂരിൽ TI മധുസൂദനെ അമിതമായി വിശ്വസിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് പാർട്ടിയുടെ വോട്ടുകൾ ഒഴുകിപ്പോകുന്നത്, അവിടെ ഉണ്ടായ അടിയൊഴുക്കുകൾ കാണാൻ പാർട്ടിക്ക് സാധിച്ചില്ല എന്നതാണ് മറ്റൊരു വിമർശനം വന്നത്. തളിപ്പറമ്പിലും ഇതുതന്നെയാണ് സംഭവിച്ചത് എന്ന് പറയുന്നു. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമായി വന്നിരിക്കുന്ന വിമർശനം ഈ പാർട്ടി നേതാക്കൾക്കും അല്ലെങ്കിൽ ഈ സർക്കാരുമായി ബന്ധപ്പെട്ടും പാർട്ടിയിലെ ചിലർക്ക് മാത്രം വലിയ സൗകര്യങ്ങളും പദവികളുമൊക്കെ ലഭിച്ചു, അവരതൊക്കെ ആസ്വദിക്കുകയും ചെയ്തു. അതേസമയം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടും ഇതൊന്നും തനിക്ക് കിട്ടുന്നില്ല എന്ന് ചിന്തിക്കുന്ന നിരവധി ആളുകൾ വലിയ രീതിയിൽ അസ്വസ്ഥരാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി എന്നതാണ് വിമർശനം വന്നത്. അതിനെ പാർട്ടി ഉൾക്കൊള്ളാനോ അതിന് ഏതെങ്കിലും തരത്തിൽ ആ പ്രശ്നം പരിഹരിക്കാനോ തയ്യാറായില്ല എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെടുത്തിയാണ് TK ഗോവിന്ദൻ്റെ കാര്യം കൂടി ചർച്ചയാവുന്നത്. TK ഗോവിന്ദൻ പാർട്ടി വിട്ടു പോകുമെന്ന് നേതാക്കളിൽ പലർക്കും അറിയാമായിരുന്നു. പക്ഷേ പോകുന്നവർ പോകട്ടെ എന്നൊരു നിലപാടിൽ ഈ അറിഞ്ഞ നേതാക്കൾ നിന്നു. TK ഗോവിന്ദൻ പാർട്ടി വിടുന്നത് തടയാനുള്ള ഒരു ശ്രമവും അത്തരത്തിൽ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന കാര്യം പറയുന്നുണ്ട്. മറ്റൊന്ന്, പാർട്ടി അനുഭാവികളായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ വർഗ ബഹുജന സംഘടനകളുടെ പ്രവർത്തകരുമെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ UDF-നെ സഹായിച്ചു എന്നൊരു വിലയിരുത്തലിലേക്ക് കൂടിയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചില അംഗങ്ങൾ എത്തിയിട്ടുള്ളത്. ഏതായാലും കണ്ണൂർ CPIM-ൽ പതിവില്ലാത്ത വിധത്തിലുള്ള വിമർശനം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. തളിപ്പറമ്പിലും പയ്യന്നൂരിലും പരാജയം ഏറ്റുവാങ്ങിയതിനൊപ്പം തന്നെ കല്യാശ്ശേരിയിലും മട്ടന്നൂരിലും ധർമ്മടത്തും ഇത്തരത്തിൽ വലിയ രീതിയിൽ അതായത് ഈ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഏറ്റ തോൽവി അത് അതിഭീകരമായിരുന്നു. പാർട്ടി കേന്ദ്രങ്ങളിലുണ്ടായ ചോർച്ച, പാർട്ടി കോട്ടകൾ പൊളിഞ്ഞടുങ്ങിയ ഒരു തിരഞ്ഞെടുപ്പ് ഫലമായിരുന്നു ഇത്തവണത്തേത്. അതിനുശേഷം ഈ തോൽവി സമ്മതിച്ചുകൊണ്ടുള്ള MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹമാണ് പറഞ്ഞത്, ഇനിയിപ്പം അതിനുശേഷം നടന്ന യോഗങ്ങൾക്കൊക്കെ ശേഷം അദ്ദേഹം പറഞ്ഞത്, ഇനിയിപ്പം നേതാക്കൾക്കൊക്കെ തുറന്നടിച്ച് സംസാരിക്കാം, അവർക്ക് അവരുടെ അഭിപ്രായങ്ങളൊക്കെ തുറന്നു പറയാം. അപ്പം അതായത് അത്രയും കാലം പറയാൻ പാടില്ലായിരുന്നു, പക്ഷേ ഇനിയിപ്പോൾ പറഞ്ഞോളൂ. അങ്ങനെ നേതാക്കളൊക്കെ പറയുകയാണ്. നേതാക്കൾ അവരെ നയിച്ച അവരുടെ ഏറ്റവും മുതിർന്ന നേതാക്കൾക്കെതിരെ പോലും അവരുടെ ശൈലിയെ പോലും വിമർശിക്കുന്നു. ഏറ്റവും പ്രധാനം, പിണറായി വിജയനെയും MV ഗോവിന്ദനെയും ഒക്കെ പേരെടുത്ത് വിമർശിക്കുകയാണ് നേതാക്കളൊക്കെയും. ഇപ്പോൾ പിണറായി വിജയൻ തന്നെയാണ് ഇനിയുള്ള 35 MLA-മാരെയും നിയമസഭയിൽ നയിക്കാൻ പോകുന്നത്, പ്രതിപക്ഷ നേതാവായി നയിക്കാൻ പോകുന്നത്. അതിനെതിരെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല നേതൃയോഗങ്ങളിലും വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. നേതാക്കളുടെ ഈ വിമർശനത്തിൽ മുതിർന്ന നേതാക്കൾ അല്ലെങ്കിൽ ഇപ്പോൾ വിമർശന വിധേയരായിക്കൊണ്ടിരിക്കുന്ന നേതാക്കൾ, MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയോ പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നില്ല, പക്ഷേ പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഈ വിഷയത്തിലൊക്കെ പ്രതീക്ഷിക്കാമോ?
സേതു, ഏതായാലും CPIM-ന്റെ ഒരു സംഘടനാ രീതി അനുസരിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തു. അവിടെ നിന്നുള്ള കാര്യങ്ങളാണ് ഇന്നലെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ റിപ്പോർട്ട് ചെയ്തത്. അതിനു മുകളിൽ ചർച്ച നടന്നു. ഇനിയിപ്പോൾ ജില്ലാ കമ്മിറ്റി യോഗം ചേരുകയാണ് ഇന്നും നാളെയുമായി. അവിടെയും ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യും. CPIM ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കീഴ്ഘടകങ്ങളിലേക്ക് കൂടി ഇക്കാര്യങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുകയും കീഴ്ഘടകങ്ങളിൽ നിന്ന് കൃത്യമായി അവരുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് സംഭവിച്ചത്, പരാജയത്തിൻ്റെ കാരണം എന്താണ്, എവിടെയാണ് തിരുത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ കീഴ്ഘടകങ്ങളുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും കേട്ടതിന് ശേഷം വീണ്ടും അത് മുകൾ തട്ടിലേക്ക് എത്തി അവിടെ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. സ്വാഭാവികമായും ഈ പരാജയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോൾ CPIM-ന്റെ നേതാക്കളെല്ലാം തന്നെ നടത്തുന്ന പ്രതികരണം വിശദമായി പഠിക്കേണ്ടതുണ്ട്. ഇന്നലെ കണ്ണൂരിൽ വെച്ച് MV ഗോവിന്ദൻ പറഞ്ഞതും അതുതന്നെയാണ്. വലിയ പരാജയമാണ് ഉണ്ടായത്. പക്ഷേ ആ പരാജയത്തിൻ്റെ കാരണങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ കീഴ്ഘടകങ്ങളിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ആയിരിക്കും എന്താണ് തിരുത്തൽ അല്ലെങ്കിൽ എന്താണ് ഇനി വരുത്താൻ പോകുന്ന മാറ്റം എന്ന പഠിക്കാൻ പോവുകയാണ്. അണികളൊക്കെയും നേതൃത്വത്തിനെതിരെ തുറന്നടിച്ചു തുടങ്ങി.